പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, എന്നില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, എന്നില്ല സാധ്യമായി ഒന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, എന്നില്ല സാധ്യമായി ഒന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, എന്നില്ല സാധ്യമായി ഒന്നുമില്ല. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജാനുവരി മാസം 15-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലേക്ക് മണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഉയർന്ന നിലയിലുള്ള അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളെ സൃഷ്ടിക്കും. അതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. അവൻ ലേഹയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. ശിംശോനെ കുറിച്ചുള്ള ആഴമേറിയ ഭാഗമാണ് ഞാൻ നിങ്ങളും ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ വചന പശ്ചാത്തലം മനസ്സിലാക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പകലപ്പെടുന്ന അഭിഷേകം നിങ്ങളെ പുത്തൻ അവസരങ്ങളെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികളെ തുറക്കുന്നതാണ്. പൂർണ്ണമായിട്ട് വിശ്വസിച്ചാട്ടെ, എൻ്റെ ദൈവം ഈ വചന കേൾവിക്ക് നടുവിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പുത്തൻ വഴിയെ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇതാ ഫെലിസ്ത്യർ മുഴുവൻ ശിംശോനെ കണ്ടപ്പോൾ ആർപ്പിടുകയാണ്. എന്തുകൊണ്ടാണ് ആർപ്പിട്ടത്? ഇനി ഇവന് വഴിയില്ല, ഇവൻ ബന്ധിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം ഇവനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ബന്ധിക്കപ്പെട്ട ശിംശോനെ കണ്ട് ആർപ്പിടുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും എന്നെ കേൾക്കുന്ന ചിലവർ ഇതേപോലെ, ഹല്ലേലൂയ, ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ശിംശോന്റെ ദൈവം, ദാവീദിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുത്തൻ അവസരങ്ങളെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേളിൽ ഇറങ്ങി വരുന്ന തീ, നിങ്ങളുടെ മേളിൽ പകരപ്പെടുന്ന അഭിഷേകം, ഹല്ലേലൂയ, ചില വാതിലുകളെ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. ശിംശോനെ ദൈവം ഫിലിസ്ത്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ കർത്താവിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളിലെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാത ചിന്തയിൽ പ്രാർത്ഥനയോടായിരിക്കാമെങ്കിൽ, നിങ്ങൾ നോക്കേ, ശത്രു ആർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മേലിലേക്ക്, ശിംശോന്റെ മേലിലേക്ക് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. അവൻ്റെ കൈകളെ ബന്ധിച്ചിരിക്കുന്ന കയറ് ചണനൂല് പോലെ കരിഞ്ഞു തീരുകയും ദ്രവിച്ചു പോവുകയും ചെയ്തെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ മേലിൽ പകരപ്പെടുന്ന അഭിഷേകം നിങ്ങളുടെ ബന്ധനങ്ങളെ കരിച്ചു കളയുന്നതാണ്, നിങ്ങളുടെ വഴികളെ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ കർത്താവിന് നന്ദി പറയണം. അടുത്ത ഭാഗമാണ് ഇമ്പോർട്ടൻസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ പുതിയ വഴിത്തിരിവുകൾ കാണാൻ പോവുകയാണ്. കാരണം അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി പുതിയതിനെ കൊണ്ടുവരും. ഹല്ലേലൂയ. അവൻ ഒരു കഴുതയുടെ പച്ച താടിയിൽ കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. 16-ാമത്തെ വാക്യം. കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്നൊന്ന്, കുന്ന് 2, കഴുതയുടെ താടിയിൽ കൊണ്ട് 1000 പേരെ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. പ്രിയരെ, ശിംശോന്റെ മേളിൽ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടതോടെ, ഹല്ലേലൂയ, തന്റെ മേളിൽ അഭിഷേകം വെളിപ്പെട്ടതോടെ തന്റെ കയ്യിൽ കിട്ടിയ
കഴുതയുടെ താടിയല്ലുകൊണ്ട് അലിയ താൻ കുന്ന് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുവിനെ സംഗ്രഹിച്ചു കളയുന്ന ഭാഗം ഞാനും നിങ്ങൾ കാണുകയാണ്. ഹല്ലേലൂയ. തന്റെ വാഗ്ദത്തത്തെ താൻ അവകാശമാക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉയർന്ന നിലയിലെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുത്തൻ വഴികളെ തുറക്കുന്നതാണ്. ഹല്ലേലൂയ. കഴുതയെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്കും അറിയാം. കഴുത ആരും ഇഷ്ടപ്പെടാത്തതാണ്. കഴുതയെ ഒരു ഉപയോഗശൂന്യമായ മൃഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ കഴുതയുടെ താടിയെല്ലും നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും. ആരും ആഗ്രഹിക്കാത്തതും ആരുടെയും ജീവിതത്തിനകത്ത് ഒരു നന്മ കൊണ്ടുവരുന്നതല്ല. എന്നാൽ ശിംശോന്റെ കൈകളിൽ, ഹല്ലേലൂയ, അഭിഷേകമുള്ളവന്റെ കൈകളിൽ ആ കഴുതയുടെ പച്ചത്താടിയിൽ വന്നതോടെ അവൻ കുന്ന് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നന്മകളെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ തൻ്റെ വാഗ്ദത്തത്തെ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. തൻ്റെ എതിരുകളെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ തമ്പുരാൻ ഒരു വലിയ അത്ഭുതം ചെയ്യുകയാണ്. ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആഹാരം ഒരുക്കുന്ന സമയത്ത് ദൈവം ലിവ്യാതാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷികളെ എത്തിപ്പിടിക്കാൻ തക്കവണ്ണം അവർ താമസിച്ച പാളയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറയുന്നത്. തിമിംഗലത്തെ ആർക്കും പിടിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം അവയെ കാടപ്പക്ഷിയാക്കി തൻ്റെ ജനത്തിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല എന്ന് പറയുന്ന, ആർക്കും പറ്റത്തില്ലെന്ന് പറയുന്ന ചിലതിനെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ദൈവം എഴുന്നേൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം എഴുന്നേൽക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഭയങ്കര അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ വെളി പകർന്നിരിക്കുന്ന അഭിഷേകം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ പോകുന്നു എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. ആത്മാവിൽ ചേർന്നുകൊണ്ട് എന്നോട് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ ഈ പ്രഭാതത്തിൽ ശ്രദ്ധിച്ച ഓരോ ദൈവമക്കളും അഭിഷേകം അവരുടെ ജീവിതത്തിൽ പുത്തൻ വഴിത്തിരിവുകളെ, പുത്തൻ അവസരങ്ങളെ കൊണ്ടുവരട്ടെ. കർത്താവെ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ പ്രഭാതം മുതൽ ഇവർ ബന്ധിക്കപ്പെട്ടവരല്ല. ഇവരുടെ ജീവിതത്തിൽ വഴികൾ തുറക്കുന്നത് കാണാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കുന്നു, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.